നമസ്കാരം. പ്രധാന വാർത്തകൾ. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KM സലീംകുമാർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. മുൻ നക്സൽ പ്രവർത്തകനും ദളിത് ചിന്തകനുമായിരുന്ന സലീംകുമാർ അടിയന്തരാവസ്ഥ കാലത്ത് 17 മാസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെള്ളിയാമറ്റം സ്വദേശിയാണ്. യാത്രക്കാർ ശ്രദ്ധിക്കുക, ഈ ട്രെയിനുകൾ വൈകി ഓടുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 4 ട്രെയിനുകൾ വൈകി ഓടുന്നു. തിരുനെൽവേലി, പരശുറാം, നേത്രാവതി, കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എന്നിവയാണ് വൈകി ഓടുന്നത്. തിരുനെൽവേലി നേത്രാവതി എക്സ്പ്രസുകൾ 1.5 മണിക്കൂറാണ് വൈകി ഓടുന്നത്. പരശുറാം എക്സ്പ്രസ് 7 മിനിറ്റും വൈകി ഓടുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് 8 മിനിറ്റും സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 2 മണിക്കൂറും വൈകി ഓടുകയാണ്. അകമല റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് ഇന്നലെ മണ്ണിടിഞ്ഞത്. കഴിഞ്ഞ പ്രളയത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് മേഖലയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയായിരുന്നു. ഈ ഭാഗത്താണ് വീണ്ടും ട്രാക്കിലേക്ക് മണ്ണ് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. രഥയാത്രയ്ക്കിടെ അനിയന്ത്രിതമായ തിക്കും തിരക്കും, 3 ഭക്തർ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് രഥങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടമുണ്ടായത്. രഥങ്ങൾ എത്തിയതോടെ നൂറുകണക്കിന് ഭക്തർ പ്രാർത്ഥിക്കാനായി എത്തി. ഇതോടെ തിക്കും തിരക്കും അനുഭവപ്പെടുകയായിരുന്നു. 3 ഭക്തരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 വനിതകളും 70 വയസ്സുള്ള ഒരു വയോധികനുമാണ് മരിച്ചത്. സ്ഥലത്ത് തിരക്ക് നിയന്ത്രിക്കാനുള്ള മതിയായ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് ജീപ്പ് ഗുണ്ടകൾ അടിച്ചു തകർത്ത സംഭവം. മകനും ഗുണ്ടകളും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് അമ്മ. ലഹരി സംഘം പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസിന് പരാതി നൽകി പ്രതിയായ അൽത്താഫിന്റെ അമ്മ. മകൻ ഗുണ്ടകളുമായി ലഹരിക്ക് അടിമപ്പെട്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും പേടിച്ച് ഓടി രക്ഷപ്പെട്ട് താൻ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നുവെന്നും അമ്മ പറയുന്നു. പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിനും നിലവിൽ യുവാക്കൾക്കെതിരെ കേസുണ്ട്. 4 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതികളിൽ ഒരാളായ ഇരട്ടക്കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്ത് ചികിത്സയിൽ തുടരുകയാണ്. പോലീസിനെ ആക്രമിച്ചതിന് ശേഷം രക്ഷപ്പെട്ട ഏഴാമൻ കൈനൂർ സ്വദേശി ശിവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. MSC എൽസ 3 കപ്പൽ അപകടം, പ്ലാസ്റ്റിക് അടിയുന്നത് ആശങ്ക പരത്തുന്നു. MSC എൽസ 3 കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തീരങ്ങളിൽ തുടർച്ചയായി പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ അടിയുന്നത് ആശങ്കയെന്ന് DG ഷിപ്പിംഗ്. 4 ദിവസത്തിൽ നീക്കം ചെയ്തത് 790 പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ്. ഇത് 14 മെട്രിക് ടൺ വരും. വെളി, പെരുമതുറ തീരങ്ങളിലാണ് കൂടുതൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. വളണ്ടിയർമാർ ചേർന്ന് ഇതുവരെ നീക്കം ചെയ്തത് 59.6 മെട്രിക് ടൺ അവശിഷ്ടമാണെന്നും DG ഷിപ്പിംഗ് അറിയിച്ചു. അതേസമയം കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്നതിൽ പ്രതിസന്ധി നേരിടുകയാണ്. എണ്ണ നീക്കം ചെയ്യാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല.